ഹലോ, ആദ്യം സ്പെസിഫിയുടെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മുതോളിൻ്റെ പുതിയൊരു വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. മുതോൾ ഹൗണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫ്രണ്ടാണ് ടെനി എന്ന് പറയും. പുള്ളിക്കാരൻ 2 മുതോളുണ്ട്. അപ്പോൾ അത് ലിറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത ടൈമിലാണ് നമ്മൾ വീഡിയോ എടുത്തത് അല്ലേ? ഓക്കെ. അപ്പോൾ അതെന്തായാലും അത്യാവശ്യം ആൾക്കാരെല്ലാം കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പം ടോട്ടൽ എത്ര പപ്പിയുണ്ട്? ടോട്ടൽ 7. ഓക്കെ. അതിന് മുന്നായിട്ട് നമ്മുടെ ചടങ്ങുണ്ട്, ഒന്ന് പരിചയപ്പെടുത്തിക്കും ഒന്നുകൂടെ. എല്ലാവർക്കും അറിയാം. എന്നാലും എൻ്റെ പേര് ടെനി എന്നാണ്. ഞങ്ങളുടെ സ്ഥലം കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അഞ്ചലാണ്. എങ്ങനെ നിലവിലിപ്പം ഒരു പപ്പീസ് എല്ലാം കൂടെ കൂട്ടി ഒരു 15 ഡോഗ്സ് ഉണ്ട് ഇവിടെ. മുതോളല്ലാതെ തന്നെ. ഓക്കെ. ഇപ്പോൾ പുള്ളിക്കാരുടെ അടുത്ത് നല്ലൊരു മെയിലുണ്ട്, നല്ലൊരു ഫീമെയിൽ ഉണ്ട്, നല്ല സ്റ്റോക്കാണ് കിടക്കുന്നത്. എക്സ്ട്രീം മുതോളാണ്. ഓക്കെ. മൊത്തം 10 എണ്ണം പപ്പീസിനെല്ലാം കൂട്ടി. ഇപ്പം പിന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ടോ പപ്പിയെ? ഒരു പപ്പി ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരെണ്ണത്തെ പുതിയ ലിറ്ററിന് കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റേ മെയിലിന് വേണ്ടിയിട്ട് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് നേരത്തെ ഡോഗിനെ തന്ന രാഹുൽ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ തന്നെ ഇതേ ഷെറു ജാൻസി കണക്ക് തന്നെ അവരുടെ പുള്ളിയുടെ കയ്യിൽ സുൽത്താനും റൂബീൻ എന്ന് പറഞ്ഞൊരു ഡോഗ് ഉണ്ടായിരുന്നു. ആ കോമ്പിനേഷനിൽ ഒരു ഫീമെയിൽ പപ്പിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ആ കളർ എന്താ? ബ്ലാക്ക് കളറാണ്. ഓക്കെ. പണ്ട് ബ്ലാക്ക് തപ്പി നടന്നതാണ്, ഇപ്പൊ ബ്ലാക്ക് കിട്ടി അല്ല. ഫ്യൂച്ചറിൽ ഇപ്പൊ നമുക്ക് നമ്മുടെ ഒന്നെങ്കിലും പുതിയ നമ്മൾ നിർത്തി ഹോൾഡ് ചെയ്തേക്കുന്നത്, അല്ലാതായിട്ട് നമ്മുടെ പഴയ ഷെയറുമായിട്ട് മെയിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അങ്ങനെ തന്നെ നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ഫീമെയിലിന് വേണ്ടിയിട്ടാണ് ഒരു മെയിലിനെ ഇവിടെ ഹോൾഡ് ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ മുതോളിൻ്റെ ഒരു കെല്ലായിട്ട് തന്നെ അങ്ങ് ഇന്ത്യൻ ബ്രീഡ് മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് അങ്ങ് പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെയൊന്ന് പറയാം. അപ്പോൾ ലിറ്റർ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? കഷ്ടപ്പാടായിരുന്നല്ലോ. കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇന്ത്യൻ ബ്രീഡ്സ് വളരെ ആ മട്ടിൽ നോക്കിയാൽ മതി എന്ന് പറയും. നോക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ നോക്കുന്ന കണക്കിരിക്കും നമ്മുടെ പപ്പിയുടെ ഔട്ട് എങ്ങനെയാണെന്നുള്ളത് അല്ലേ? ഞാനും എൻ്റെ സുഹൃത്തുക്കളാണെങ്കിൽ 10 ദിവസം മുമ്പ് ഡോഗ് ലിറ്റർ വന്നതിന് 10 ദിവസം മുമ്പ് എന്നെ കെനലിൽ സ്റ്റേ അടിച്ചു തുടങ്ങി. കാര്യം നമുക്കറിയത്തില്ലല്ലോ ഡോഗ് പ്രസവിക്കുമ്പോൾ എങ്ങനെ. ഡോഗിൻ്റെ ഫസ്റ്റ് ലിറ്ററും കൂടാണ്. അപ്പോൾ പ്രസവിക്കാൻ എന്തായാലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പപ്പി ലൈവായിട്ട് കിട്ടി. ഇപ്പം നമ്മൾ സർവ് ചെയ്ത് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. പപ്പിയെല്ലാം ബുക്കായോ? പപ്പി ഓൾമോസ്റ്റ് 6 പപ്പീസ് ബുക്കായി. ഇനി ഒരു ഫീമെയിലുള്ളൂ. ഒരെണ്ണം നമ്മൾ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് അതിനെ കൂട്ടുന്നില്ല. ഓക്കെ. അപ്പം നമുക്ക് കാര്യം ചെയ്യാം, മദറിനെ ഫാദറിനെ കാണാം. നമ്മൾ പേരൻസിനെ കാണിക്കുന്ന പറഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ പപ്പീസിൻ്റെ ഫാദറിനാണ്. അത് നമ്മുടെ ഗാർഡ് ഡോഗ്സ് എംപയർ എന്ന് പറയുന്നത് നമ്മുടെ ടെനിയുടെ സ്വന്തം കെനലിലെ ഫസ്റ്റ് നമ്മുടെ മുതോൾ മെയിലാണ്. ഇപ്പോഴത്തെ താരം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. അപ്പോൾ അത്രയ്ക്ക് ഒരു അടിപൊളിയൊരു മുതോൾ മെയിലാണ്. അപ്പോൾ ഇവൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ കരളിലെ വിശേഷങ്ങൾ. ഇവൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 മാസമായിട്ട് അവൻ്റെ പേരിനെ കാണാതെ കിടക്കുന്നു. പിന്നെ ഇവന് പപ്പീസിനെയൊക്കെ കണ്ടോട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. പപ്പീസിനോട് കളിക്കണമെന്നുണ്ട്. പക്ഷെ ഫീമെയിൽ സമ്മതിക്കാത്തതുകൊണ്ട് ഉള്ള കുറച്ച് പ്രശ്നങ്ങളേ ഉള്ളൂ. ഫീമെയിൽ വേറൊരാളെ പോലെ ബിഹേവ് ചെയ്യുന്നുണ്ടല്ലേ? പക്ഷെ പുള്ളിക്ക് അതിനുള്ള പ്രശ്നം നമ്മൾ കൊടുക്കുന്നില്ല. കാര്യം പുള്ളിയോട് നമ്മൾ എപ്പോഴും കളിക്കുകയും ചിരിക്കുകയും പുറത്ത് കൊണ്ടുപോയി കറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. പുള്ളി അതിലോട് ഒരു അഫക്റ്റ് ആവാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത്രയും കട്ടിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മെയിലാണ്. ഇപ്പം ഈ ടൈപ്പ് മുതോളെ കാണാൻ വളരെ കുറവ് ഇല്ലെന്ന് വേണേൽ പറയാം. നമ്മുടെ പപ്പീസിനെ ബുക്ക് ചെയ്തപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, പപ്പീസിനെ ബുക്ക് ചെയ്തത് തന്നെ ആരും പപ്പീസിനെ കാണാതെ തന്നെയാണ് അഡ്വാൻസ് ചെയ്തിട്ടുള്ളത്. കാര്യം പേരന്റ് സ്റ്റോക്കിനെ കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം. ശരിയാ സത്യം. അവനത് മനസ്സിലായി. പിന്നെ സുന്ദരനാണ്, നല്ല രീതിയിലാണ് കെയർ ചെയ്തത്. പിന്നെ നമ്മൾ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ മുതോളിൻ്റെ ഒരുപാട് ഫീമെയിൽസ് ഈ കൊല്ലം അതുപോലെ തിരുവനന്തപുരം ഏരിയയിൽ ഒരുപാട് എണ്ണമുണ്ട്. ഇപ്പം നമ്മുടെ ടൈഗറിൻ്റെ, അതായത് എൻ്റെ ഫ്രണ്ട് ഉള്ള സമയത്ത് സ്റ്റഡൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ കറൻറ്റ്ലി ഇപ്പോൾ ഇവൻ്റെ സ്റ്റഡ് ഇപ്പോൾ പുറത്തേക്ക് കൊടുക്കാറായിട്ടുണ്ടോ? നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. നല്ല ഫീമെയിൽ ആണെന്ന് നമുക്ക് ഉറപ്പ് വരുത്തിയാൽ മാത്രം നമ്മൾ ഇഴ വരിച്ച് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ കൊടുക്കത്തുള്ളൂ. അത് ചെയ്യുന്ന പ്രശ്നമില്ല. ഓക്കെ. നമുക്ക് മിക്സ് കണ്ടുപിടിക്കാൻ തിരിച്ചറിയാനുള്ള കഴിവ് ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അപ്പം കേസി ഉള്ളത് മാത്രമേ കൊടുക്കത്തുള്ളൂ അല്ലേ? അല്ലാതെ കൊടുക്കേണ്ട ഒരാവശ്യമില്ല. എന്നാടാ അപ്പോൾ ഇവന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവനിപ്പം എത്ര വയസ്സുണ്ടായിരുന്നു? നമ്മൾ പറഞ്ഞാണ് 4 വയസ്സ്. 4 വയസ്സിൽ ഫീമെയിലും ഏകദേശം ആ പ്രായം തന്നെ ഉണ്ടല്ലേ? ഫസ്റ്റ് ലിറ്റർ ആണ് വന്നേക്കുന്നത്. അപ്പോൾ 4ാമത്തെ വയസ്സിലാണ് ആശാന്റെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത്. ആദ്യത്തെ പപ്പി ഇറങ്ങുന്നത്. എത്ര പപ്പി ഉണ്ടായിരുന്നു? 7 പപ്പി ഉണ്ടായിരുന്നു. പപ്പി നമ്മൾ കാണിക്കാം. അതുപോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞാലല്ലോ, അത്രയും നല്ല അനാട്ടമി ഉള്ളൊരു മെയിലാണ്. ബാലക്കോട്ട് നിന്നാണ് കൊണ്ടുവന്നത് അല്ലേ? ബാലക്കോട്ട് നേരെ കണ്ണൂർ വന്നു. 2 പേരും അങ്ങനെ തന്നെ ആയിരുന്നു.
പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറൊരു പപ്പി ഇപ്പം എടുത്തെന്ന് പറഞ്ഞായിരുന്നല്ലോ, അത് ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന സുൽത്താൻ എന്ന് പറഞ്ഞ മെയിലിന്റെ, അത് നമ്മൾ കാണിക്കാം. അപ്പോൾ ചില പറയുന്നുണ്ട് ഈ ഇന്ത്യൻ ബ്രീഡിനാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല, അല്ല നോർമലി അങ്ങ് വളർത്തിയാൽ മതി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡോഗിനെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ. ഇപ്പം ഞാൻ പറയും, ഈ വീഡിയോ കാണുന്നവരോട് പറയുവാണ്, ഇന്ത്യൻ ബ്രീഡിനെ ഒരിക്കലും കുറച്ച് കാണരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ബ്രീഡിനെ നോക്കുന്ന അതേ ചിലവ് തന്നെ വേണം ഇന്ത്യൻ ബ്രീഡിനെ നോക്കാൻ. മനസ്സിലായി? ഇപ്പം ഈ ചില പറയുക പപ്പി കാണുമ്പോൾ ചേട്ടാ ഒരു ഫ്രീ പപ്പിയെ തരുമോ എന്നും ചോദിക്കുമായിരിക്കും. ഒരു പപ്പി വളർത്തുന്നത് എന്തോരം കഷ്ടപ്പാടുണ്ടെന്ന് അറിയാവുന്ന ഒരാളാണ് എൻ്റെ ഫ്രണ്ട് നിൽക്കുന്നത്. ഓക്കെ, എനിക്കും അറിയാം, എന്നാൽ എന്നെക്കാളും കൂടുതലായിട്ട് അറിയാം. കാരണം ഒരുപാട് ഡോഗിനെ റെസ്ക്യൂ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മുടെ പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ നമ്മുടെ വെള്ളപ്പൊക്ക സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി നടന്ന് കുട്ടനാട് ആ ഏരിയ ഫുള്ള് ഡോഗ്സിനെയൊക്കെ റെസ്ക്യൂ ചെയ്ത് പത്രത്തിലൊക്കെ ഫോട്ടോ വന്നിട്ടുണ്ടെങ്കിൽ സെലിബ്രിറ്റി ആണ് നമ്മുടെ ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, ആ ഒരു ബേസിലാണ് നമ്മുടെ ഈ മുതോട് വന്ന സമയത്ത് പുള്ളിക്കാരനെ നമ്മൾ ഇത് കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് ഞാൻ വന്നതും. അപ്പം ഡോഗിനെ നല്ലതായിട്ട് നോക്കുന്ന, ഫ്രണ്ട് നിർത്തിക്കൊണ്ട് തന്നെ പറയാം, ഡോഗിനെ നല്ലതായിട്ട് നോക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഈ ഡോഗിൽ കാണാനും ഉണ്ട്, പപ്പീസിനെയും കാണാനുണ്ടെന്നുള്ളതാണ്. ഫുൾ ടൈം ഇവർ ഇവിടെ സ്പെൻഡ് ചെയ്താണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് എനിക്കത് ബോധ്യപ്പെട്ടു, സ്പെൻഡ് ചെയ്താണ് ഇവർ 3 പേരും. സത്യം പറഞ്ഞാൽ കെല്ലത്താണ് കിടക്കുന്നതല്ലേ, ചിലപ്പോൾ അമിത് കെല്ലിലാണ് കിടക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ അതുപോലെ നല്ല കെയർ കൊടുത്തിട്ടാണ് ഇവരിതിനെ കൊണ്ടുവരുന്നതും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഞാൻ പറയുവാണ്, സ്റ്റഡിങ് മുതോളുടെ വേണം, പ്യുവർ മുതോള് മാത്രം. അതായത് ഇപ്പോൾ ഇവർ കാര്യം പറഞ്ഞാൽ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള മുതോളാണ്, ഇപ്പോഴത്തെ ടൈപ്പ് അല്ല, അല്ലയോ? അപ്പോൾ കറക്റ്റ് പക്ക മുതോളാണ്. ഇവൻ്റെ പപ്പിയൊക്കെ ആണെങ്കിൽ ഷോ പർപ്പസിനൊക്കെ അടിപൊളിയാണ്. ഉറപ്പായിട്ടും വിന്നിങ് കിട്ടുമെന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഷെയറുവിൻ്റെ കാര്യങ്ങൾ. പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇവൻ്റെ കാര്യങ്ങൾ പറയാനുണ്ടോ? ആസ് യൂഷ്വൽ പഴയ തന്നെ കണക്ക് ഇപ്പം ആൾക്കാർ ചോദിക്കും ഇവൻ്റെ ഫ്രണ്ട് കൈക്ക് എന്ത് പറ്റി. അത് കുഞ്ഞിലെ നമുക്ക് കിട്ടുന്നതിന് മുമ്പ് കുഞ്ഞിലെ ടൈൽസിലിട്ട് ഉണ്ടായ ഒരു പ്രശ്നമാണ്. പിന്നെ അവൻ്റെ കയ്യിൽ ഫ്രണ്ടിൽ ഒരു കിടക്കത്തഴമ്പുണ്ട്, അത് എപ്പോഴും ഒന്ന് ഇങ്ങനെ മുറിഞ്ഞുകൊണ്ടിരിക്കും. നാളെ ആരും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഒരു ഫീമെയിൽ പപ്പി അവൈലബിൾ ഉണ്ടല്ലേ? ഓക്കെ, അപ്പോൾ അത് വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഒറ്റ ഫീമെയിൽ ഉള്ളൂ, ബാക്കി എല്ലാം ബുക്കായി. 7 എണ്ണത്തിൽ ബാക്കിയെല്ലാം ഒരെണ്ണത്തിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ബാക്കിയെല്ലാം ബുക്കായിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഹോൾഡ് ചെയ്യണം, ആ മെയിലിനെ. അവൻ്റെ പേര് സുൽത്താൻ അല്ലേ? ഓക്കെ, അപ്പോൾ ആ ഫീമെയിൽ പപ്പി വേണ്ടവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം, നമ്പർ കൂടെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യം ഫീമെയിലിനെ കാണാം. ഫീമെയിൽ നമ്മൾ കെല്ല് വെച്ചാണ് കാണിക്കുന്നത്, അവളെ പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, കാരണം ലിറ്ററായി കിടക്കുന്നുണ്ട്. ഇതാണ് മദർ. അപ്പോൾ ലിറ്ററായിട്ട് ഇച്ചിരി ഉടഞ്ഞിരിക്കുവാണ്. ഇവളുടെ പക്ക കണ്ടീഷൻ കാണണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ കാണണം. കഴിഞ്ഞ വീഡിയോ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതാണ്. താഴെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഗാർഡ് ഡോഗ്സ് എംപയർ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള പേജിലുണ്ട്. എൻ്റെ പേജിൽ ആദ്യം സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ പേജിലും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പുറത്ത് കാണിക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ലിറ്ററായിട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല പുറത്തോട്ട് നമ്മൾ ഇറക്കുന്നില്ല, പപ്പിയൊന്നും നമ്മൾ പുറത്തോട്ട് ഇറക്കുന്നില്ല. കാരണം നമുക്ക് സേഫ്റ്റി മെഷേഴ്സ് നോക്കണം. പപ്പീസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ട പപ്പീസാണ്, കൊടുക്കേണ്ട പപ്പീസാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് കാണിക്കുന്നത്. പുറത്ത് നമ്മൾ കാണിച്ച കഴിഞ്ഞ വീട്ടിൽ പുറത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാലും നമ്മൾ പുറത്തുള്ള ഷോട്ടും കാര്യങ്ങളും എല്ലാം മെയിലിൽ നമ്മൾ കാണിക്കാം. ഫീമെയിൽ എന്നാലും ഇവിടെ ഉള്ളത് കാണിക്കാൻ പറ്റത്തുള്ളൂ. പപ്പിയുടെ കൂടെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ അത് ഫസ്റ്റ് നോക്കണം. ഓക്കെ, അപ്പോൾ ലിറ്റർ കഴിഞ്ഞപ്പോൾ ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? പപ്പീസിനെ നോക്കുന്നുണ്ടായിരുന്നു? നല്ലപോലെ നോക്കുന്നുണ്ടായിരുന്നു. നമ്മള് സാധാരണ നമ്മൾ പൊക്കിക്കൊടിയൊക്കെ നമ്മൾ ഒന്നും ചെയ്തില്ല, എല്ലാം ഡോഗ് തന്നെ. നമ്മൾ വിചാരിച്ചു നമ്മൾ ചെയ്യേണ്ട വരുമെന്ന്, പക്ഷെ ഒന്നും നമ്മൾ ചെയ്യേണ്ട വന്നില്ല. എല്ലാം ദൈവം സഹായിച്ച്, അവള് തന്നെ ഞങ്ങളെ സഹായിച്ചു എല്ലാത്തിലും. നമുക്ക് ഒരു രീതിയിലുള്ള പ്രശ്നമോ ബുദ്ധിമുട്ടോ അവൾ ഉണ്ടാക്കി തന്നിട്ടില്ല. ശരിക്കും അവള് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു 20 ദിവസം 25 വേണ്ട, ഒരു 30 ദിവസം വരെ അവള് പപ്പീസിനെ പക്കയായിട്ട് നോക്കുന്നുണ്ട്. ഇപ്പോഴും നോക്കുന്നുണ്ട്. പാലുകൂടിയൊക്കെ ഇപ്പോഴും പപ്പീസ് ഉണ്ട്. ഇപ്പോഴാണ് നമ്മൾ ഹാൻഡ് ഫീഡ് തുടങ്ങിയത്. ഒരു 35ാമത്തെ ദിവസം തൊട്ടാണ് നമ്മൾ പപ്പീസിനെ ഹാൻഡ് ഫീഡ് തുടങ്ങിയത്. എന്താ ഫീഡ് ചെയ്യുന്നത്? റോൾക്കാൻ തന്നെ. പിന്നെ നമ്മൾ നോർമൽ കുറച്ച് കാര്യങ്ങൾ 35 അല്ല, ഏതാണ്ട് 25ാമത്തെ ദിവസം തൊട്ടാണ് നമ്മൾ പപ്പീസിനെ ഹാൻഡ് ഫീഡ് ചെയ്ത് തുടങ്ങിയത്. ഇപ്പം എത്ര ദിവസമായി പപ്പി? ഇപ്പം പപ്പീസ് എങ്ങനെ പോയാലൊരു 35 ദിവസം ആവുന്നേ. 35 ദിവസം മുകളിലായി കാണും? ഇല്ല, 35 ദിവസം മുകളിലായിട്ടില്ല, 35ാമത്തെ ദിവസം ആയിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ പേര് ഒന്നുകൂടെ പറഞ്ഞോ? ജാൻസി എന്നാണ് ഇവിടെ പേര്. അപ്പോൾ തന്നെ നമ്മൾ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് രാഹുലേട്ടൻ നടത്തുന്ന അവിടുത്തെ ഒരു മുതോളുടെ ബ്രീഡറായിരുന്നു. പുള്ളി കൊണ്ടുവന്നത് ബാലക്കോട്ട് നിന്നാണ്. അത് ഒരു കൊല്ലം വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടിയ 1.5 കൊല്ലം വെയിറ്റ് ചെയ്ത് കിട്ടിയ ഒരു മുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ക്വാളിറ്റി മുതോളാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ വളരെ. ചിലർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ഈ മെയിലിന്റെ അത്രയും ഫീമെയിലിന് എന്താ ഹൈറ്റ്? ഇവിടെ പപ്പീസിനെ ചോദിച്ച ഒരാൾ ചോദിച്ചിട്ട് നമ്മളിപ്പോൾ ആനയായാലും എടുത്തു കഴിഞ്ഞാൽ ആണാനയ്ക്ക് വലിയ കൊമ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണാനയ്ക്ക് കൊമ്പ് വരണമെന്നില്ലല്ലോ. അത് ഹ്യൂമൻസിലാണേലും എപ്പോഴും മെയിലിനാണല്ലോ ഡോമിനൻസ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെതായ ഉള്ള ഒരു ഹൈറ്റും സൈസും എപ്പോഴും മെയിലിന് കാണും. അതുകൊണ്ട് ഫീമെയിലിനെ ആരും അങ്ങനെ ഒരു അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പോകരുത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഓൾഡ് ആയിട്ടുള്ള മുതോൾ ലൈനാണ്. ഇപ്പം ആണെങ്കിൽ ഫീമെയിൽ ഇതിൽ ഹൈറ്റിൽ കാണാൻ പറ്റും. കാര്യം അതിൽ പല മിക്സിങ്ങും വരുന്നതുകൊണ്ടാണ്. അപ്പം നമ്മൾ മിക്സിങ് വരാത്തൊരു ബ്രീഡ് ആയതുകൊണ്ടാണ് അത് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഹൈറ്റ് അത് കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫീമെയിലൊന്ന് കാണിച്ച് അടുത്തോട്ടൊന്ന് കാണിച്ച്. അപ്പോൾ ഇതാണ് ഇവളുടെ പേരാണ് ജാൻസി. ഇപ്പോൾ ഇവളുടെ ഐസെറ്റ് കണ്ടോ? മെയിനായിട്ട്
ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അറിയപ്പെടുന്നത് പ്രൈഡ് ഓഫ് നേഷൻ എന്നറിയപ്പെടുന്നത്. കാരണം നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ വരെ ഉണ്ട് ഇന്ത്യൻ ആർമി നമ്മുടെ ഫോഴ്സിൽ മിക്കതിലുണ്ട്. കേരള പോലീസിലുണ്ട്. കേരള പോലീസിൽ അതുപോലെ തന്നെ നമ്മുടെ ഒട്ടുമിക്ക എണ്ണം പറഞ്ഞ ഫോഴ്സുകളെല്ലാം നമ്മുടെ ഇന്ത്യൻ ബ്രീഡ് ഉണ്ട്. ഇന്ത്യൻ ബ്രീഡ് ആദ്യമായിട്ട് ഫോഴ്സുകളിൽ വന്നതും മുതോൾ ഹൗണ്ട് തന്നെയാണ്. വേറെ ഒറ്റ ബ്രീഡ് എനിക്കൊന്ന് രാജപാള അതുപോലെ ബ്രീഡുകളൊന്നും ആദ്യം അവർ തെരഞ്ഞെടുത്തത് മുതോൾ. അവരുടെ എബിലിറ്റിയാണ്, റണ്ണിങ് സ്പീഡും ചാടാനുള്ള കഴിവും. അല്ല, BSF ബോർഡർ പെട്രോൾ ചെയ്യുന്നത് ഇവരാ. പിന്നെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മണിക്കൂറിൽ ഏതാണ്ട് 70 മൈൽ സ്പീഡിൽ ഓടാനുള്ള കഴിവുണ്ട്. അതാ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇവരെന്ന് പറഞ്ഞാൽ പെട്രോൾ നടന്നു പറഞ്ഞ സൈറ്റ് ഹൗണ്ട് ആണ്. സൈറ്റ് ഹൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട് വേട്ടയാടുന്ന ജീവികളാണ്. അപ്പോൾ മുയലിനെയൊക്കെ പിടിക്കാനാണെങ്കിലും എക്സ്ട്രീം ആയിട്ട് നമുക്ക് പറ്റുന്നതാണ്. ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇവർ ബിഗ് ഗെയിം ഹണ്ടേഴ്സ് ആണ്. മുയലെന്ന് പറഞ്ഞ് ചെറുതാക്കണ്ട, മുയലിനെ പന്നിയൊക്കെ പിടിക്കും. പിന്നെ പുലിയെ വരെ അവർക്ക് നേരിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള കഴിവ് ഇവരൊരു പാക്കായിട്ട് ഉണ്ടെങ്കിൽ പറ്റും, തീർച്ചയായിട്ടും പറ്റും. അതുകൊണ്ടാണ് ഇവരെയും രാജപാളത്തെയും ബിഗ് ഗെയിം ഹണ്ടേഴ്സ് എന്ന് പറയുന്നത്. ചിപ്പി, കാരവാൻ ഇവരൊക്കെ സ്മോൾ ഗെയിം ഹണ്ടേഴ്സ്, മുയലിനെ പിടിക്കുക. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ സാധനങ്ങളെ പിടിക്കാൻ യൂസ് ചെയ്യുന്നതാണ്. ഇവരെ കണ്ടാൽ അങ്ങനെ തോന്നത്തില്ലെങ്കിലും വലിപ്പത്തിലല്ല കാര്യം. അല്ല, ഇവരെ ഹണ്ടിങ് എബിലിറ്റി നമ്മൾ നേരിട്ട് കണ്ടതാണല്ലോ മെയിലിന്റെ. കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇവരെ കണ്ട് ലുക്കില് അളക്കാൻ നിൽക്കരുത്, അതാണ് എനിക്ക് പറയാം. ചില അറിയാത്തവർ ചോദിക്കും ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, പക്ഷേ ഇതാണ് അവരുടെ സൗന്ദര്യം. ചിലര് ചോദിക്കും ഇതെന്തോ പട്ടിണിക്കോലാണോ ഇങ്ങനെയൊക്കെ ഇരിക്കുക, നിങ്ങൾ തിന്നാൻ കൊടുക്കത്തില്ല. ശരിക്കും നിങ്ങൾ ബാക്കിയുള്ളിടത്ത് ആരെയും കളിയാക്കുമല്ല, ബാക്കിയുള്ള ചില ഡോഗ്സിനെ കണ്ടു നിങ്ങൾക്ക് അങ്ങനെ തോന്നുമെങ്കിലും ഇതിന്റെ സ്ട്രക്ചറും അതിന്റെ എത്ര നമ്മൾ ഫുഡ് കൊടുത്താലും അത് അങ്ങനെ ഇരിക്കത്തുള്ളൂ. നമ്മളിവിടെ 3 നേരം ഫീഡ് ചെയ്യുന്ന ഡോഗാട്ടോ. ലിറ്ററും കൂടെ ആയതുകൊണ്ടാണ് ഇച്ചിരി ക്ഷീണിച്ചിരിക്കുന്നത്. എന്റെ ക്ഷീണിച്ചിരിക്കുകയാണ്. അല്ല, ഡോഗിനെ നല്ല രീതിയിൽ കെയർ ചെയ്തത്. കാരണം എനിക്ക് തോന്നുന്നു ഇത്രയും കെനലും കാര്യങ്ങളും അല്ല ഇത്രയും ആംബിയൻസിൽ സെറ്റ് ചെയ്തിട്ട് ഒരു ഡോഗിനെ തോന്നുന്നില്ല. കാരണം ഇത്ര അഴിച്ചു വിട്ടാണ് ഇതിനെ വളർത്തുന്നത്, ഫ്രീ ആയിട്ടാണ് വളർത്തുന്നത്. ആരെയും പിടിച്ച് കെട്ടിയിട്ട് നമ്മൾ വളർത്തുന്നേ ഇല്ല. ഇതാണ് അവരുടെ പപ്പീസ്. അപ്പോൾ മദറിന്റെ ഫാദറിന്റെ ആ സെയിം ക്വാളിറ്റിയിൽ തന്നെ പപ്പീസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സന്തോഷം, കാണുമ്പോൾ സന്തോഷം. കാരണം നമ്മളെല്ലാവരും കൂടെ പോയി എടുത്തൊരു, അപ്പോൾ അതെന്തായാലും സക്സസ് ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അവരെ അതായത് വീടുകളിലേക്ക് പോകുമ്പോൾ ഒന്നുകൂടെ സന്തോഷമാകും. പിന്നെ അത് വളർന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് അത് കാണുമ്പോൾ സന്തോഷമാകും. ഓക്കെ, ഇവനാണ് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവനെ നടത്തുന്നത് കാണിച്ച് കണ്ടാ. ഇത് പാലക്കാടിലോട്ട് പോകുന്ന ഒരു മെയിലാണ്. ആ, മെയിലാണത്. ഓക്കെ ഓക്കെ. അവർ പ്രത്യേകിച്ച് കളറോ വല്ലതും ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഫീമെയിൽ പപ്പി എങ്ങോട്ടൊക്കെ പോകുന്നത്? നമ്മുടെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പപ്പീസിനെ കാണാതാണ് പലരും അഡ്വാൻസ് വന്നത്. കളർ പോലും ചോദിച്ചിട്ടില്ല. അത് തന്നെ നമുക്ക് മെയിലിന്റെ ഒരു അല്ലേ, മെയിലിന്റെ മാത്രമല്ല ഫീമെയിലിന്റെ നമുക്ക് അത് തന്നെ ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം. ഞാൻ ഇവരെ തറയിലോട്ട് വിടുവാണ്, കയ്യിൽ വെച്ചിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓക്കെ. എന്തുകൊണ്ട് അവനെ നിർത്താനുള്ള കാരണം? കളർ പാറ്റേൺ അത് ഇതും എല്ലാം നോക്കണ്ടോ? അല്ലല്ല, നമ്മള് കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ മെയില് നമുക്ക് ഓൾറെഡി ആ ഒരു കളർ ഉള്ളതുകൊണ്ട് പുതിയൊരു കളർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കളർ. പിന്നെ ഫാദറിന്റെ ഒരു ഔട്ടൂടെ കുറച്ചുകൂടെ കയറി വന്നുകൊണ്ടുകൂടാണ് അല്ലേ? ഓക്കെ ഓക്കെ. ഇതാണ് മദർ. മദർ നമ്മൾ കാണിച്ചായിരുന്നു. ആ, ഇതാ ഒന്നുകൂടെ കാണിച്ചു തരും. അപ്പൊ ഇതാണ് ഇവരുടെ ഒരു കെൽ സെറ്റപ്പും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ. കേട്ടാ, വാ ഇനി വന്നേ. ഇദ്ദേഹത്തോടാണ് കൂടുതലായിട്ട് പറയേണ്ടത്. ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് കെല്ലിരിക്കുന്നത്. അതുപോലെ തന്നെ പപ്പീസിനെ ഫുള്ള് നൈറ്റ് നോക്കിയത്. പിന്നെ വേറൊരാളുണ്ട്, അയാളുടെ പേര് ശംഭു അല്ലെ ശ്രീനാഥ് എന്ന് പറയും. പുള്ളിക്കാരനാണ് ഇപ്പം വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. പുള്ളി ഫിലിമിലൊക്കെ ഇങ്ങനെ കഥയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്. ഫിലിപ്പീനിലുള്ള ആളാണ് കേട്ടോ. പുള്ളിക്കാരനാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നീ തന്നെ പറ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തോ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാ ഡോഗ്സിന്റെ പേടിയുണ്ടായിരുന്നു റിട്ടർ എടുത്ത സമയത്ത്? ചെറുതായിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം എത്ര തവണ വിളിക്കുമായിരുന്നു? ഒരു 10-15 തവണയെങ്കിലും വിളിക്കുമായിരുന്നു. ചേട്ടോ അതെന്താ ചേട്ടോ അതെന്താ ഇങ്ങനെ മറ്റേതാ പറഞ്ഞത്? ഭയങ്കര സംശയമായിരുന്നു. ഇപ്പൊ സംശയമെല്ലാം തീർന്നാ? ഏകദേശം. ഓക്കെ. അപ്പൊ എന്തായാലും ലിറ്റർ എല്ലാം കൺഫേം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു പപ്പിയും കൂടെ ഉള്ളല്ലേ പോവാനെ? ഒരു പപ്പി മുമ്പേ പറഞ്ഞതല്ലോ, നോർമൽ ഫോറിൻ ബ്രീഡിന്റെ കൂട്ട് തന്നെ അല്ല, ഇന്ത്യൻ ബ്രീഡ് നോക്കാൻ എളുപ്പമാണെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണോ ശരി എക്സ്പീരിയൻസ്? ഞാൻ പറയുന്നത് അങ്ങനെ അല്ലെന്ന് പറയും. ഒരിക്കലും അല്ല. എല്ലാവരും പറയും ചോറും കഞ്ഞിവെള്ളമൊക്കെ കലക്കി കൊടുത്താൽ അതിന് കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു. നിങ്ങൾ ആരും വിചാരിക്കുന്ന കണക്കൊന്നുമല്ല, ചോറും എന്തെങ്കിലും മീൻചാറൊക്കെ ഇട്ട് എടുത്താൽ അത് ഇന്ത്യൻ ബ്രീഡ്സ് അല്ലേ കയറി വന്നോളൂ എന്ന് പലരും പറഞ്ഞു. പക്ഷെ നമ്മൾ അവരുടെ വാക്ക് കേട്ട് നിന്നിരുന്നെങ്കിൽ ഒരിക്കലും നമ്മുടെ പപ്പീസ് നല്ല രീതിയിൽ ഫ്യൂച്ചറിൽ വരത്തില്ല. അതായത് നമ്മൾ ചെറുപ്പത്തിൽ കെയർ ചെയ്യുന്ന കണക്കാണ് പപ്പീസ് അഡൽട്ട് സ്റ്റേജിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിന്റെ കഴിവ്. കസ്റ്റമറിന് ആ ഒരു ഫ്യൂച്ചറിൽ ആ ഒരു ഗുണം വരണമെന്നില്ല. നമ്മുടെ ഒരു പപ്പി കണ്ടു ചോദിക്കണം നമ്മളിപ്പം ഫീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പപ്പീസിന് എല്ലാ സപ്ലിമെന്റ്സും കൊടുക്കുന്നുണ്ട്. കാൽഷ്യം, കാര്യം ഈ ചെറിയ പ്രായത്തിൽ കാൽഷ്യവും മൾട്ടിവൈറ്റമിൻസും ഒക്കെ കൊടുത്തില്ലെങ്കിൽ അവരുടെ ബോണിനെ ബാധിക്കും. പിന്നെ വേറെ കാര്യം, ഫുഡ് വെക്കുമ്പോൾ തറയിൽ വെച്ച് കൊടുക്കരുത് അല്ലേ? ഫുഡ് നമ്മളാണെങ്കിൽ ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് നമ്മൾ ഹൈറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം
ഹൈറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ചെയ്ത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പപ്പീസിന് കൈയൊക്കെ ബെൻഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പം ഫീഡ് ചെയ്യുന്ന പറഞ്ഞാൽ റോയൽ കാൻ്റെ മാക്സി പപ്പി സ്റ്റാർട്ടറും പിന്നെ കുറച്ച് വെജിറ്റബിൾസും എല്ലാം ആഡ് ചെയ്ത് ചിക്കനൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിന് തന്നെ ഒരു വലിയ എക്സ്പെൻസാണ്. പിന്നെ നമ്മളത് നോക്കുന്നില്ല. പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാവരും പപ്പിയെ വാങ്ങിച്ചേക്കുന്നത് 20-25 റേഞ്ചിനാണ്. കേസിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റേഞ്ചിൽ കുറഞ്ഞ് കൊടുക്കത്തില്ല നമ്മൾ എല്ലാവരും പറഞ്ഞു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത്രയും കെയർ ചെയ്യുന്നുണ്ട്. നാളെ കൊണ്ടുവന്നതിനും അത്രയും വില കൊടുത്ത് കൊണ്ടുപോയാലേ അവർക്ക് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാകത്തുള്ളൂ.